ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി. എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് അമ്പോരു ഹാക്ഷ ഹരിനാരായണായ നമ. ധർമ്മരാജാവിൻ്റെ കണക്കെഴുത്തുകാരനാണ് ചിത്രഗുപ്തൻ എന്നാണല്ലോ കഥ. കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നാം ചെയ്ത കർമ്മങ്ങളൊന്നും രേഖപ്പെടുത്താതെ പോകില്ല. സമ്പൂർണമായും അവ ശേഖരിക്കപ്പെടുന്നു. എന്നാൽ കർമ്മം ചെയ്യുന്ന വേളയിൽ നാം ഇതേക്കുറിച്ച് വേവലാതിപ്പെടാറില്ല. ഒടുവിൽ ദുരിതസഞ്ചയങ്ങളുടെ നടുക്കടലിൽ അകപ്പെടുമ്പോൾ ഞെട്ടിപ്പോകുന്നു. അപ്പോഴും ആരാണ് തുണ? അമ്പോരുഹാക്ഷനായ താമരകണനായ എല്ലാ പാപങ്ങളും ഹരിക്കുന്നവനായ നാരായണൻ തന്നെ. നാം ഏർപ്പെടുന്ന ഏത് കർമ്മവും പുണ്യമാകിലും പാപമാകിലും ബന്ധന കാരണമാണ്. പുണ്യം സ്വർണ്ണച്ചങ്ങല, പാപം ഇരുമ്പുചങ്ങല. ഹരിനാമകീർത്തനം ഈ ബന്ധനങ്ങൾക്ക് അപ്പുറമുള്ള മുക്തിയാണ് ഉപദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് 3 ശരീരങ്ങളാണ് ഉള്ളത്. ബാഹ്യശരീരം, സ്ഥൂല ശരീരം എന്നറിയപ്പെടുന്നു. സങ്കല്പങ്ങളും വാസനകളും വിചാരങ്ങളും ഓർമ്മകളുമെല്ലാം കൂടി കലർന്നു കിടക്കുന്നത് സൂക്ഷ്മ ശരീരം. ഉറക്കത്തിൽ ഒന്നും അറിയാതിരിക്കുന്ന മറയാണ് കാരണശരീരം. ബാഹ്യശരീരം ജീർണിക്കുമ്പോൾ സൂക്ഷ്മ ശരീരം അതിനെ ഉപേക്ഷിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും വാസനകളുമെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ധർമ്മപതി അഥവാ കാലം കർമ്മചലനങ്ങളെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ് അറിയുന്നത്. ഈ കർമ്മങ്ങളുടെ എല്ലാം ആകെത്തുകയാണ് അടുത്ത ജന്മം. സൂക്ഷ്മ ശരീരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ലോകവാസനകളാണ് ജീവിത ദുരിതങ്ങൾ. ധനമോഹം, മമതാബന്ധം, സുഖമോഹം എന്നിങ്ങനെയാണ് ലോകവാസനകൾ. അപ്പോൾ ഹരിജഗന്നാഥൻ അരികിലുണ്ടാകണം തുണയായി എപ്പോഴും. അതിനു വേണ്ടത് അജ്ഞാന നിവൃത്തി വരുത്തി ഹരിസ്മരണ എപ്പോഴും നിലനിർത്തി ആത്മവിചാരം ചെയ്യുക എന്നതാണ്. ഇതാണ് അമൃതത്വത്തിലേക്കുള്ള വഴി. ആത്മബോധമുണർന്നാൽ പിന്നെ എല്ലാ അന്ധകാരവും മായും. കൊച്ചു കൊച്ചു സുഖതൃഷ്ണകളും ഒടുങ്ങും. ഇതാണ് അടുത്ത ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം.